നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇപ്പോൾ രാവിലെ ചെറിയൊരു മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത്ര നേരം നല്ല തെളിച്ചായിരുന്നു, പക്ഷെ ഇപ്പം വീണ്ടും മഴ സ്റ്റാർട്ട് ചെയ്തു. നല്ല മഴയാണ് രാവിലെ. അപ്പോൾ അവന്മാർ രണ്ടും ഉറക്കമാണ്. ഇനി മഹതിക്കുട്ടിക്ക് ചായയൊക്കെ ഇട്ട് കൊടുത്ത് പയ്യെ വിളിച്ച് എണീക്കണം. മഹതിക്കുട്ടിക്ക് കൊണ്ടുപോകാനെല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സ്നാക്സും പിന്നെ ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ലഞ്ച് ബോക്സ്. പിന്നെ ഇത് രാവിലെ ഞാൻ ഫ്രൂട്ട്സാണ് കൂടുതലും കട്ട് ചെയ്ത് കൊടുക്കുന്നത്. മഹതിക്കുട്ടിയുടെ കൊണ്ടുപോകാനെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനിടയ്ക്ക് ചായക്ക് വെച്ചിട്ട് പോയി. ഇനിയിപ്പോൾ ചായയൊക്കെ ഏകദേശം റെഡിയായി കഴിഞ്ഞിട്ട് ഞാൻ സാധാരണ അവളെ വിളിക്കുന്നത്. ഇതിനകത്ത് ഞാൻ ഇഞ്ചി ചേർക്കും സാധാരണ ചായക്കകത്ത്. ഏലക്കയും ഇഞ്ചിയും രണ്ടും ചേർക്കും. രണ്ടുപേരും നല്ല ഉറക്കം കേട്ടോ. എന്തായാലും ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഇനി വിളിക്കുന്നുള്ളൂ. നല്ല ഉറങ്ങുക. രാവിലെ വന്ന് ഞാൻ അവിടെ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു പൂച്ചക്കുട്ടിക്ക്. അപ്പോൾ അതൊന്ന് കഴിച്ചിട്ട് പോയ ഭാഗം കേട്ടോ. കുട്ടി റെഡിയായി. ആ കൂടെ മേധക്കുട്ടിയും ഐഡൻറ്റി കാർഡൊക്കെ ഇട്ട് റെഡി ആയിരിക്കുക. സ്കൂളിൽ പോകാനുള്ള പരിപാടി. ഇനി ഒരു ബാഗും കൂടെ കൊടുത്താൽ മതി, അവൾ ഓക്കെയാ. അപ്പോൾ മഹതിക്കുട്ടി ഏകദേശം റെഡിയായി കേട്ടോ. അതിനിടയ്ക്ക് ഞാൻ കൊണ്ടുപോകാത്തതിനുള്ള പ്രതിഷേധം കേട്ടോ. മഹതിയുടെ ഐഡൻറ്റി കാർഡൊക്കെ ഇട്ടുള്ളൂ ഇറങ്ങിയേക്കുന്നത് സ്കൂളിൽ പോകാൻ. അവൾക്ക് പോയാൽ മതി എങ്ങനെയെങ്കിലും അങ്ങോട്ട് ഇറങ്ങിയേ. സമയമായില്ല, ഇനിയുണ്ട് ഒരു 5 മിനിറ്റും കൂടെ. അപ്പോൾ ഞാൻ അതിന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ അവൾക്ക് ദേഷ്യം വന്നിട്ട് ഇരിക്കുന്ന ഭാവം കേട്ടോ. റെഡിയായി. മുടിയെല്ലാം ഉഴപ്പിപ്പോയി മതിക്കുട്ടി. മുളോട്ട് കയറി പോവാണ്. ഞാൻ പോകുന്നില്ല പറഞ്ഞോണ്ടാ. എവിടെ പോവാ? മേധക്കുട്ടി ചേച്ചിയോടെ സ്കൂളിൽ പോകാം കേട്ടോ. ചേച്ചിയുടെ ഐഡൻറ്റി കാർഡൊക്കെ ഇട്ട് ചേച്ചി പോകുന്നുണ്ട് അവൾ ഇരിക്കുക റെഡിയായി. പക്ഷേ ചേച്ചി മാത്രമേ സ്കൂളിൽ പോകുന്നുള്ളൂ. അവളെ തിരിച്ച് വീട്ടിലോട്ട് ഞാൻ കൊണ്ടുപോകും. ചേച്ചി പോയതിൻ്റെ സങ്കടത്തിൽ വന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും ഇത് പറഞ്ഞാൽ നമ്മുടെ വറ്റൽമുളക്, ചുവന്നുള്ളി, നമ്മുടെ വാളംപുളി, വെളുത്തുള്ളി, പിന്നെ നമ്മൾ നന്നായിട്ട് പേസ്റ്റ് ചെയ്ത് അരച്ചെടുക്കണം. നമ്മൾ പുറത്ത് പോവുക. അപ്പം എന്നാലും അവൾക്ക് ഐഡൻറ്റി കാർഡ് അവൾ ഊരത്തില്ല കേട്ടോ. അപ്പം അവൾ തന്നെ മേക്കപ്പ് ചെയ്യുന്ന ഭാവം ഇത്. ഞങ്ങളുടെ ഓട്ടോ വണ്ടി വന്നു. അപ്പം ഞാനും മേധക്കുട്ടിയും കൂടെ പോവുക പത്തനംതിട്ട. അപ്പോൾ നല്ല ഒരു വെയിലായിരുന്നു കേട്ടോ. ഞാൻ വന്ന് തുണി ഇട്ടു, വെയിൽ മാറി. അപ്പോൾ തുണി ഞാൻ അവിടെ ഇട്ടിട്ടിരിക്കുക. ഇനിയിത് എനിക്ക് തോന്നുന്നൊരു 5ാമത്തെ തവണ ഞാൻ ഈ പറക്കുന്നത്. അപ്പോൾ മഴപ്പൂള് പറക്കുന്നുണ്ട് കേട്ടോ. ഏറ്റവും ടാസ്ക് പിടിച്ച പരിപാടിയാണ് ഈ തുണി ഉണക്കിയെടുക്കുക എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഒരാഴ്ചത്തെ തുണിയുണ്ടെന്ന് തോന്നുന്നു ഉണങ്ങിയെടുക്കാനേ. മഴയായതുകൊണ്ട് ഒന്നും പറ്റിയില്ല. ഉച്ചയ്ക്കത്തെ സ്പെഷ്യലാണ് വൻപയർ തോരൻ. ഇത് മത്തി മുളക് ഇട്ട് പറ്റിച്ചെടുത്ത കേട്ടോ. പിന്നെ കൂടെ മത്തിയുടെ മുട്ടയുണ്ട്, പിന്നെ തൈരും. ഇതാണ് ഞങ്ങളുടെ ഉച്ചത്തെ സ്പെഷ്യൽ.
ഞാൻ മഹതിക്കുട്ടിയെ വിളിക്കാൻ വേണ്ടി കയറി വന്നാ കേട്ടോ. ഇപ്പോൾ ബസ് ഇപ്പോൾ വരാറായി. ഇങ്ങോട്ട് നോക്കിയേ ഭയങ്കര സ്പീഡിൽ പോകട്ടോ. മേതക്കുട്ടിയെ കാണാനുള്ള ആകാംക്ഷ ഓടിപ്പോന്നേ. മേതക്കുട്ടി കണ്ടില്ല കേട്ടോ. മേതക്കുട്ടി എനിക്കൊന്ന് അകത്താന്നു ചേച്ചിയുടെ കയ്യിലെത്തുന്നു. അയ്യോ ചേച്ചി വന്നോ? വാ ഇരിക്കേ. ചേച്ചി വന്നതിന് സന്തോഷം കേട്ടോ. കുറേ നേരമായി ചേച്ചിയെ കണ്ടിട്ട്. അപ്പോൾ ഒരാൾ അവിടെ നിന്ന് കഴിക്കുന്നുണ്ട്, മറ്റൊരാൾ അവിടെ നിന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. രണ്ടുപേരും വിശക്കുമ്പം എൻ്റെ അടുത്ത് ഓടി വരുന്നു കേട്ടോ. ഞാൻ ഈ സമയം എന്നും ചോറ് കൊടുക്കുന്ന കറക്റ്റ് സമയം അവന്മാർ എവിടെ നിന്നാണല്ലോ അവന്മാർ വരും കേട്ടോ. വൈകുന്നേരം ഏകദേശം ഒരു 6:30 ആറ് കേട്ടോ. അപ്പോൾ എനിക്കിനി വിളക്ക് കത്തിക്കണം. ഇവന്മാരോടെ കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ രണ്ടുപേരും കൂടെ അവിടെ കിടന്ന് ഭയങ്കര കളിയാട്ടോ. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.